നമ്മൾ ഏപ്രിൽ 13 എന്തോ ആണ് ഡിഗ്രികളുടെ അപ്ഡേറ്റ് ലാസ്റ്റ് ഇട്ടത്. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് നമ്മളെ ഡിഗ്രികൾ രണ്ടുപേരെയും ഞാൻ കൊണ്ടുവന്ന് അപ്പം തന്നെ കണ്ടത് ഈ മെയിനായിട്ട് നമ്മളെ പുള്ളിക്ക് ഡിഗ്രിക്ക് ചെള്ളിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അപ്പോഴേ വിചാരിച്ച് എന്തെങ്കിലും മരുന്ന് വാങ്ങിച്ചിട്ടിടണോ, ഓവർ കെയറിങ് ആയതിൻ്റെ പ്രശ്നമായിരിക്കാം എനിക്ക് പണി കിട്ടിയത്. അങ്ങനെ അടുത്ത ദിവസം ഞാൻ രാവിലെ വെറ്റിനറി ഡോക്ടറിനെ കണ്ട് അവർ തന്ന മരുന്ന്, കുളിപ്പിക്കാനുള്ള മരുന്നാണ് അന്നൊരു ലിക്വിഡ് കലക്കിയിട്ട് കുളിപ്പിക്കാനുള്ള മരുന്ന്, അതും പിന്നെ എന്തോ കണ്ണിൽ നിന്ന് വരുന്നതിൻ്റെ ഒരു ഐ ഡ്രോപ്പും കൊടുത്തു. അത് രണ്ടും വാങ്ങി ഇവിടെ വന്ന് രാവിലെ ഞാൻ കുളിപ്പിച്ചു. 14 രാവിലെ എന്തോ ആണ് കുളിപ്പിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞ അളവ് എന്തോ എനിക്ക് തെറ്റിപ്പോയതോ എന്താണെന്നോടാ, അതോ ഇത് നക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുളിപ്പിക്കുമ്പോൾ. ആ മരുന്ന് നക്കി കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന്. അത് ആദ്യം അതിനെ വെള്ളത്തിൽ കലക്കണം. 5 ml എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി അതിനെ നമ്മളിതിൽ ദേഹത്തൊക്കെ തേപ്പിച്ചിട്ട് 2 പേർക്കും തേച്ച് കൊടുത്തിട്ട് 10 മിനിറ്റ് അരമണിക്കൂർ നിർത്തണമെന്ന് പറഞ്ഞ്, എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് കുളിപ്പിച്ച് കളയണം. ഇതാണ് പ്രൊസീജിയർ. പക്ഷെ നമ്മളത് തേച്ചിട്ട് ഞാൻ വിട്ടപ്പോഴത്തേക്കും ഭയങ്കര വെളിയൊക്കെ ആയിരുന്നതുകൊണ്ട് നക്കാൻ പോണ്. അപ്പം ഒരു പ്രാവശ്യമൊക്കെ നക്കിയെന്തോണ് എത്രത്തോളം പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കിയിട്ടും അതിനൊരു ഗാർഡ് പോലെ ഒരു കാർഡ് ബോർഡൊക്കെ വെച്ച് ഞാൻ കഴുത്തിൽ വെച്ച് കെട്ടി നോക്കി. പക്ഷെ അതൊക്കെ ഇത് പൊട്ടിച്ച് കൈയോട്ടൊക്കെ പൊട്ടിച്ച് കളയാൻ ഒരു രക്ഷയിലായിരുന്നു. നക്കി സിൽവറാണ്, ഒരു 2 നക്കെന്തോ നക്കിയേക്കണം മരുന്ന്. ഒന്നാമതേ നക്കി, രണ്ടാമത് അതിൻ്റെ പുറത്തുകൂടി അതിൻ്റെ അളവ് എന്തോ തെറ്റിയിട്ട് ഓവർ എത്തിപ്പോൾ 2 ദിവസം എന്തോ ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെയൊക്കെ പണിയായി. അവസാനം ഇത് 10 മിനിറ്റ് പോലും നിൽക്കുന്നില്ല മരുന്ന് തേച്ച് അരമണിക്കൂർ നിർത്തേണ്ടത്. അരമണിക്കൂർ നിൽക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ അവസാനം എടുത്ത് കുളിപ്പിച്ച് 2 എണ്ണത്തിനെയും കുളിപ്പിച്ചിട്ട് ഒരു രക്ഷയില്ല. അതിന് ഭയങ്കര പൊള്ളൽ പോലെയൊക്കെ കിടന്നു പോകണം. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചത് ആദ്യമായിട്ട് വെള്ളം നനഞ്ഞതിൻ്റെയൊക്കെ ആയിരിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അതിനുശേഷം നമ്മൾ കൊണ്ട് വെയിലത്ത് പെട്ടെന്ന് വിട്ട് ഇത്തിരി ഉണങ്ങാൻ വേണ്ടിയിട്ട് തുടച്ചിട്ട് മിച്ചമുള്ള ചെറുതായിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് രണ്ടുപേരും വെയിലത്തോട്ട് വിട്ടു. പക്ഷെ ഒരിടത്തും കംഫർട്ടബിളായിട്ട് ഇരിക്കുന്നില്ലായിരുന്നു. ഒരു ഇറിറ്റേഷൻ പോലെ ആയിരുന്നു മൊത്തം. ചൊറിയക്കവും ഓടക്കവും വിളിക്കും. പിന്നെ നക്കി നല്ല തുടച്ച് കുളിപ്പിച്ചതിന് ശേഷം നമ്മൾ നക്കാൻ വിട്ടുള്ളൂ. അതിന് മുമ്പ് 2 ആക്സിഡൻ്റൽ നക്ക് മാത്രമേ സംഭവിച്ചുള്ളൂ. പക്ഷെ കുളിപ്പിച്ചതിന് ശേഷം നിറയെ നക്കിയത്. അത് നമ്മൾ പേടിച്ചുമില്ല അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന്. പക്ഷേ ഇത് മരുന്ന് പോയിട്ടില്ലായിരുന്നു തോന്നും. അത് കാരണം അത് അതിനകത്ത് വീണ്ടും സ്കിന്നിലെന്ന് എൻ്റെ മുടിയിലെന്ന് മരുന്നെന്തോ വായ്ക്കകത്ത് പോയി, അകത്ത് പോയി, അങ്ങനെ എന്തോ വായിലെന്നൊക്കെ പത വരാൻ തുടങ്ങി. പിന്നെ നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അന്ന് രാവിലെയാണ് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നത്. ഒരു ഉച്ച അടുപ്പിച്ചെന്തോണ് കുളിപ്പിച്ചത്. എന്നിട്ട് ഉടനെ തന്നെ ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിലോട്ട് ഓടി. പക്ഷേ അന്ന് മിക്ക ഹോസ്പിറ്റലും അടപ്പായിരുന്നു. ഈ പോയിരുന്ന രാവിലെ ഓപ്പൺ ആയിരുന്ന ഹോസ്പിറ്റൽ പോലും ഉച്ചയ്ക്കോ എത്ര മണിയെന്ന് എക്സാക്ട്ലി എനിക്ക് ഓർമ്മയില്ല, 3 മണി എന്തോ ആയെന്ന് തോന്നുന്നു, അപ്പോഴത്തേക്കും അടച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തൊക്കെ വിളിച്ച് നോക്കി, ഒരിടത്ത് ഓപ്പൺ അല്ലായിരുന്നു, എല്ലാം ക്ലോസ്ഡ്. ചിലരൊക്കെ ആണെങ്കിൽ ഷിഫ്റ്റ് ചെയ്തെന്ന് പറഞ്ഞു അവിടെ നിന്ന്. അങ്ങനെ ദൂരെയൊക്കെയാണ് പിന്നെ അവർ പോകാൻ പറഞ്ഞു. ദൂരെ പോകാൻ പറ്റിയില്ല. എന്നാലും പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ ഇല്ലാതായപ്പോഴത്തേക്കും ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റൽ, വെറ്റിനറി ഹോസ്പിറ്റൽ ഇവിടെ നിയമത്തിൻ്റെ അടുത്ത് എന്തോ ആണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പതുക്കെ ഇടാമേ. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ഇത്തിരി റേറ്റ്സ് കൂടുതലാണെന്നേ ഉള്ളൂ, പ്രൈവറ്റ് ആയതുകൊണ്ട് ഇതിൽ റേറ്റ്സ് കൂടുതലാണ്. പക്ഷേ കെയറിങ് ഒക്കെ നല്ല ട്രീറ്റ്മെൻറ്റും കെയറിങ് ഒക്കെ ആയിരുന്നു. അവിടെ നമ്മൾ കൊണ്ടുപോയപ്പോൾ തന്നെ അവർ ഇത് എന്ത് ചെയ്ത് ഇഞ്ചക്ഷൻ കൊടുത്തു, ട്രിപ്പ് കൊടുത്തു, പിന്നെ ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്തു, പിന്നെ കണ്ണ് ചെക്ക് ചെയ്തു, പിന്നെ രണ്ടുപേരുടെയും പേരൊക്കെ ചോദിച്ച് അവിടെ എഴുതി. ഭാഗ്യത്തിന് നമ്മൾ അതിന് മുമ്പ് പേരൊക്കെ ഇട്ട് വെച്ചിരുന്നു. നമ്മളെ കറമ്പിക്ക് കാത്തൂന്നും. കറമ്പിയാണ് എൻ്റെ അച്ഛൻ്റെ ഫേവററ്റ്. ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തത് നമ്മളെ പുള്ളിപ്പുലി, ദൂരതോരി വേണ്ട. അപ്പം പുള്ളിപ്പുലിക്ക് പേരിട്ടത് പിക്കിരി. അത് നമ്മൾ തലമുറകളായിട്ട് പാരമ്പര്യമായിട്ടൊക്കെ കൈമാറി വന്ന പേരാണ് ഈ പീക്കിരി. നമ്മളിവിടെ കൊണ്ടുവരുന്ന എല്ലാ പൂച്ചകൾക്കും പീക്കിരി എന്നാണ് പേരിടാറുള്ളത് പണ്ട് മുതലേ. അതിന് മുമ്പ് വെള്ളി എന്നിടുമായിരുന്നു, ഫുൾ വെള്ളമായിരുന്നു. അപ്പം ഫുൾ വെള്ള മാത്രമാണ് എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടം. അപ്പം അത് പക്ഷെ കിട്ടാതെ ആയപ്പം പിന്നെ മിക്സ് കളറൊക്കെ എടുക്കാൻ തുടങ്ങി. അപ്പം വെള്ളി എന്ന് പേര് മാച്ച് ആകത്തോണ്ട് പീക്കിരി എന്ന് പറഞ്ഞ് പേര് ഇടാൻ തുടങ്ങി.
അതുമല്ല ആദ്യമായിട്ടാണ് 2 പൂച്ചക്കുട്ടികളെ ആദ്യമായിട്ട് നമ്മൾ വളർത്തണം ഒരുമിച്ച്. അതിന് മുമ്പൊക്കെ സിംഗിൾ പൂച്ച കുട്ടികളെയാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അയ്യോ, ഞാൻ അവിടെ പറഞ്ഞു നിർത്തി. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അവരതൊക്കെ ചെക്ക് ചെയ്ത് ഇതെല്ലാം ചെയ്തു, ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. ഇത് നോർമലായി വന്നപ്പോൾ എനിക്ക് സമാധാനമായി. അവർ പിന്നെ പറഞ്ഞ് വലിയ കുഴപ്പമൊന്നുമില്ല, വാക്സിൻ എടുക്കണം, അത് 2 ദിവസം കഴിഞ്ഞ് എന്തെങ്കിലും വാക്സിൻ എടുക്കാൻ പോകാൻ പറഞ്ഞു. പിന്നെ വേറെയുടെ മരുന്നൊക്കെ തന്നു വിട്ടു. അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മൾ വീട്ടിൽ വന്നു. പക്ഷെ അന്ന് മുതൽ ഫുഡൊന്നും കഴിക്കുന്നില്ലായിരുന്നു. അങ്ങനെ അന്നെങ്ങനെയൊക്കെ തള്ളി ഉന്തിയൊക്കെ വിട്ട് വെള്ളം കൊടുത്താൽ പോലും കുടിക്കില്ല, പാലില്ല, ഫുഡ് കഴിക്കില്ല, ഒരു രക്ഷയില്ലായിരുന്നു. അടുത്ത ദിവസം രാവിലെ ഇപ്പം ആരോഗ്യം കുറവായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ച് ഒരിക്കൽ കൂടി ഒന്ന് കുളിപ്പിക്കാം. കാരണം ആദ്യത്തെ പ്രാവശ്യം കുളിപ്പിച്ച് കഴിഞ്ഞാൽ വെറും വെള്ളത്തിലാണ് കുളിപ്പിച്ച് മരുന്നിട്ടതിന് ശേഷം. ഇത് സോപ്പ് ഇട്ടിട്ടില്ലായിരുന്നു, ഇത് പച്ചവെള്ളമായിരുന്നു. പക്ഷേ 2ാമത്തെ ദിവസം ഞാൻ കുളിപ്പിച്ചപ്പോഴത്തേക്കും ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ച് മരുന്ന് കുറച്ചുകൂടി നന്നായിട്ട് പോകാനും പിന്നെ സോപ്പും കൂടി ഇട്ട് കൊടുത്തു. അങ്ങനെ അടുത്ത ദിവസം അത് ചെയ്തതിന് ശേഷം നമ്മൾ വിട്ടപ്പോഴത്തേക്കും വീണ്ടും വായിൽ നിന്ന് രാവിലെ പതയൊക്കെ വരുന്നുണ്ടായിരുന്നു. കാരണം രാത്രിയൊക്കെ ഇത് നല്ല നക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൻ്റെ വകുപ്പിലാണെന്ന് തോന്നുന്നു. 2ാമത്തെ ദിവസവും വായിൽ നിന്ന് പത പറഞ്ഞുകൊണ്ട് പേടിച്ച് രാവിലെ ഹോസ്പിറ്റലിൽ വീണ്ടും കൊണ്ടുപോയി വീണ്ടും ട്രിപ്പും ഇഞ്ചക്ഷനൊക്കെ കൊടുത്തു. അന്ന് അവർ പറഞ്ഞ്, ഇപ്രാവശ്യം പോയത് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലായിരുന്നു. അന്നാണെങ്കിൽ അവിടുത്തെ നേഴ്സ് പറഞ്ഞു ഇത് ഫുഡ് കഴിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പം പറഞ്ഞു ഗ്ലൂക്കോസ് കൊടുക്കാമെന്ന്. ഗ്ലൂക്കോസ് നമ്മൾ ഫോഴ്സ് ഫീഡ് ചെയ്യണം. അതുകൊണ്ട് നമ്മൾ പിന്നെ സിറിഞ്ചിട്ട് ഫോഴ്സ് ഫീഡ് ചെയ്യാൻ തുടങ്ങി. ഒരു 1/2 മണിക്കൂർ കൂടുന്തോറും കുറച്ച് ഗ്ലൂക്കോസിൻ്റെ അളവെന്ന് പറയുമ്പോൾ ഒരു നുള്ളെടുത്ത് ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ കലക്കി മാക്സിമം കൊടുക്കാൻ പറ്റുന്നിടത്തോളം കൊടുക്കുക. ഒരു 10 cc ആണെന്ന് തോന്നുന്നു, 10 cc സിറിഞ്ചിൽ ഒരു ഇതാണ് കൊടുക്കാൻ. അതിന് കൂടുതൽ ഒറ്റയടിക്ക് എല്ലാം കൂടി കൊടുക്കാൻ നോക്കില്ല, കുറച്ചായിട്ട് 1/2 മണിക്കൂർ ഗ്യാപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ കൊടുത്ത് ഒരുവിധം 2-3 ദിവസമൊക്കെ തള്ളി ഉന്തി വിട്ട് 3-ാം ദിവസമൊക്കെ ആയപ്പോഴത്തേക്കും ഒരുവിധം കണ്ടീഷനായി വന്നു. പിന്നെ കളിയും പരിപാടിയൊക്കെ ആയി വന്നപ്പോഴത്തേക്കും 4-ാം ദിവസമൊക്കെ ആയി. അങ്ങനെ കുറച്ച് ദിവസമായി ഒന്ന് സുഖമായി. ഇപ്പം പെർഫെക്റ്റ്ലി ഓക്കെ ആണ്.